ഹലോ ഗായ്സ്, ഹലോ. അപ്പോൾ നമുക്കിന്ന് ഒരു ദിവസം കാണിക്കാം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും 900 വണ്ടി എന്താണെന്നും പിന്നെ നമ്മളെ ഇവിടെയുള്ള കൃഷി ഏലകൃഷിയാണ്, പിന്നെ അങ്ങനെ കുറച്ച് നമ്മളെ ഡെയിലി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോ കിടക്കാം. വെൽക്കം ടു ഷുഹൈൽസ് വ്ലോഗ്. 900 വണ്ടി എന്ന് പറയുന്നത് സത്യത്തിൽ വയനാട് ജില്ലയിലെ ഒരു ഭാഗത്തുള്ള ഒരു ബോർഡറായിട്ടും, അതായത് തമിഴ്നാടിനോടും കർണാടകയോടും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത്. അതിലൊരു ലാസ്റ്റ് ഭാഗത്താണ് 900 വണ്ടി വരുന്നത്. ഇത് ആക്ച്വലി ഒരു വെള്ളരിമല പറയുന്ന മലയുടെ ഒരു സൈഡാണ് 900 വണ്ടി, ഒരു ചെരുവാണ് 900 വണ്ടി വരിക. ഇവിടെ 900 വണ്ടി എന്ന് പേര് വരാൻ കാരണം 900 ഏക്കർ സ്ഥലം. ഈ കണ്ടി എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ നാട്ടിൽ കണ്ടെന്ന് പറയില്ലേ, വയൽ, ആ സാധനത്തിന് ഇവിടെ പറയുന്നതാണ്. 900 ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. ഞാൻ കേട്ടിട്ടുള്ള അറിവ് അങ്ങനെയാണ്. എൻ്റെ അറിവ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 4 വർഷമല്ല ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ അതിലെ ആൾക്കാർ, ഞാൻ സംസാരിച്ച ആൾക്കാരും ഞാൻ കേട്ടിട്ടുള്ള അറിവും അതാണ്. ഇനി എന്തെങ്കിലും അതിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, മറക്കരുത്. ഇവിടെ മെയിനായിട്ട് കൃഷിയുള്ളത് ഏലം, അതുപോലെ കാപ്പി, കുരുമുളക്. മെയിനായിട്ട് ചെയ്യണത് ഏലം തന്നെയാണ്, കാരണം ഈ ക്ലൈമറ്റ് അതിനാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് ആദ്യം ഞാൻ പറയാം. ഏകദേശം ഇപ്പം ഞാനിവിടെ എത്തിയിട്ട് 4 വർഷമായി, 4 വർഷം ആവാൻ പോകുന്നു. ഇവിടെ ഞങ്ങൾക്ക് നമ്മൾ എല്ലാവരും കൂടി ഒരു പ്രോപ്പർട്ടി നടത്തുന്നുണ്ട്. സോ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് വഴിയേ പറയാം, സമയമുണ്ടല്ലോ. കൂടുതൽ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നില്ല, നമുക്ക് വയ്യ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഓരോന്നായി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ നാഗമ്മേച്ചിട്ടാ. നമ്മളെ നാഗമ്മേച്ചി ആണ് നമ്മളെ ഏലത്തിന്റെ തോട്ടൊക്കെ നോക്കുന്നത്. ഏലപ്പരിപാടിയൊക്കെ നാഗമ്മേച്ചിയുടെ കൈകാര്യത്തിൽ. ഒരു ഐ കൊടുക്ക്, ഐ പറ. യൂട്യൂബ് വെച്ചാ ഹായ്. അങ്ങനെ സാധനം കൊള്ളിപ്പുഴു. ഇത് കടിക്കോ? ഉപദ്രവിക്കൊന്നും ചെയ്യില്ല. ചെറുതാണല്ലേ? ആ, ഇവിടെ ഈ കാട്ടിൽ ഇതേപോലെ കുറെ സാധനങ്ങളുണ്ട് അല്ലേ? ഇതാണ്ട് നമ്മളെ സെൽവണ്ണൻ. ഒരൈ കൊടുത്താലോ സെൽവണ്ണ. ഇതാണ് കൊള്ളിപ്പുഴു വിത്ത് സെൽവണ്ണൻ. നമ്മളെ കുട്ടി ഇവിടെ ഉണ്ട്. കുട്ടി, ഈ കാണുന്നത് ഫുള്ള് നമ്മളുടെ ഏലത്തോട്ടാണ്. ഇതുപോലെയാണ് ഏലം ഉണ്ടാവുക. ഈ കാണുന്നതാണ് ഏലം. ഇത് ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ വിളവെടുക്കും. എന്നിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ ഏലക്കായ കിട്ടുന്നത്. ഇതാണ് നമ്മളെ കാപ്പിച്ചെടി. ഇതുപോലെ കുറച്ച് കാപ്പിയുണ്ട്, ഏലമുണ്ട്, കുരുമുളകുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെറിയൊരു നടക്കാൻ ഇറങ്ങിയാണ്. ഇവിടെ ഉള്ള വ്യൂസ് ഞാൻ ഏകദേശം കാണിച്ചു തരാം. വെള്ളച്ചാട്ടങ്ങൾ, നടന്നു പോണ വഴികളിലുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ബാക്കിലൊരു വെള്ളച്ചാട്ടമാണ്, ഇതൊരു വെള്ളച്ചാട്ടമാണ്. ഇത് അതുപോലെ തന്നെ വേറൊരു വെള്ളച്ചാട്ടമാണ്. ഇത് ആ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ, നമുക്ക് കുട്ടിക്കൊരു പ്രശ്നമുണ്ട്. കുട്ടി ഏത് വണ്ടി കണ്ടാലും ഓരെ പിന്നാലെ ഓടും. അങ്ങനെ ഓന് ഇവിടുത്തെ ഒന്നിരി ഗ്ലാസ് ബ്രിഡ്ജ്, അല്ലെങ്കിൽ നമ്മളൊരു അനസ്കാൻ്റെ പ്രോപ്പർട്ടിയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഓന് ഗ്ലാസ് ബ്രിഡ്ജിൽ ഓടിപ്പോയി. അപ്പോൾ ഓനെഞ്ഞി നമുക്ക് കൂട്ടിക്കൊണ്ടുവരണം. പോയി വരാം. ഓരോ അവസ്ഥകൾ നോക്കി. ഇതൊക്കെ നമ്മൾ നടക്കുന്ന വഴിയിലുള്ള വ്യൂവും കാര്യങ്ങളാണ്. ഇതാ പോകുന്നതാണ് നമ്മുടെ സുഹൃത്ത് ഫയാസ് DJ. ഇത് ഇവിടുത്തെ ഒരു തടാകമാണ്. വെള്ളം നിറഞ്ഞ് പച്ചപ്പായി കിടക്കണ നല്ല രസമുള്ള സ്ഥലമാണ്. ഓക്കെ, ഞങ്ങളങ്ങനെ പിന്നെ നടന്ന് അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി കുട്ടീനെ അടുക്കാൻ. കുട്ടി ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവസാനം നമുക്ക് കുട്ടീനെ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഫാമിലീസ്. കുട്ടി ഞാൻ കണ്ടാതെ പോയിരുന്നേ.
അങ്ങനെ കുട്ടിനെയും കൂട്ടി നമ്മൾ നേരെ അനസ്കാന്റെ പ്രോപ്പർട്ടിക്ക് വെറുതെ ഒരു വാക്കിന് പോയി. ഞാൻ തന്നെ. ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ. ഫൈറ്റ് നടക്കാൻ പോവുകയാണ് ഗൈസ്. കുട്ടിയും ഇതിനും കൂടിയുള്ള ഫൈറ്റാണ്. ഡാ കുട്ടി, ഇപ്പം എന്തേലൊക്കെ ഇവിടെ ഉണ്ടാവും. പ്രശ്നമാണെന്ന് പറയുന്നത്. കുട്ടിക്കും പേടിയാണ്, ഓനക്കും പേടിയാണ്. ചീറ്റ് നോക്ക്. നമുക്കിനി കുറച്ച് കുട്ടികളി കാണാം. എന്താ, ഓന് ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇവിടെ വന്നാൽ ഇങ്ങനെ കളിച്ച് തുള്ളിച്ചാടി നടക്കും. കുട്ടിടാ കുട്ടി മെയിൻഡിയാതിരിക്കുകയാണ് കേട്ടാ. എന്താ ഇവന് കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ ആശാന് പേടിയാ. ആശാൻ പേടിപ്പിക്കുക. നോക്ക്. കുട്ടിയെ നല്ല അടി കിട്ടോ കുട്ടിയെ. അങ്ങനെ ഞങ്ങൾ പിന്നെ നടത്താൻ തുടങ്ങി. നമ്മളോടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ രീതിക്ക് നടന്നു. പോണ വഴിക്ക് ഫുള്ള് കാടാണ്. അതിന്റെ വ്യൂ ആണ് കാണുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ് കാണിച്ചു. ഇതാണ് ഞങ്ങൾ ഫോർജിപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം. ഒരു നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോണത്. സോ ലെറ്റ്സ് സീ. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ഇതാണ് ഫോർജിപ്പാറ വ്യൂ പോയിന്റ്. ഇവിടെ നമുക്കൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ ലുക്ക് അറ്റ് ദിസ് വ്യൂ. പിന്നെ കുറച്ച് നേരം അവിടെ വ്യൂ പോയിന്റിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെയും തിരിച്ച് നടത്താൻ തുടങ്ങി. അങ്ങനെ നടത്താൻ തുടങ്ങി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. നല്ല മഴയായിരുന്നു. ഈ ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വരുന്ന വ്ളോഗിലും അറിയിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ നമ്മൾ കുട്ടീനൊക്കെ എടുത്ത് തിരിച്ച് പ്രോപ്പർട്ടിയിലെത്തി. നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാം. അനീസ് എന്തോ നല്ല മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മന്തി കഴിക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത് എന്താണ്? ഇന്ന് നമുക്ക് നല്ല മന്തി റൈസും പപ്പടമാണുള്ളത്. നല്ല മഴയുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിച്ച് വെറുതെ നമ്മൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇതാണ് കണ്ണൻ, പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആണ് കേട്ടോ. ഗൈസ്, നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ടൈം നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. 2 പേരുണ്ട്. ഇത്തിരി വേണ്ടതാണ്. സോ ജസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹലോ. ഞാൻ അവരോട് ചോദിക്കാം എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് വന്നിട്ട്? അടിപൊളിയായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾക്കൊരു ചെറിയ ട്രെക്കിങ്ങും വാട്ടർഫോൾസിലൊക്കെ കൊണ്ടുപോയി. ഇറ്റ് വാസ് റിയലി എന്താ പറയുക, ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. ഞങ്ങൾ 2 പേര് സിറ്റി സൈഡിൽ നിന്ന് വന്ന് ആ ഒരു പൊല്യൂഷനും ആ ഒരു ഡസ്റ്റും എല്ലാം മടുത്തിട്ടാണ് സത്യമായിട്ട് ഇതിൻ്റെ ഒന്ന് വന്നത്. ഭയങ്കരമായിട്ട് റിഫ്രഷിംഗ് ആയിരുന്നു. സ്പെഷ്യലി ഹോസ്പിറ്റാലിറ്റി ആയാലും നല്ല സർവീസാണ് ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം. ഓക്കെ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അലിവാല
ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി, നല്ല ഉറക്കം ഉറങ്ങി. ഇപ്പോൾ എണീറ്റ് ഓക്കെ അല്ലേ? ഫുഡൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു, ഫുഡൊക്കെ ഉണ്ടാക്കി. ഇനി ജസ്റ്റ് അവർ രണ്ടുപേര് ഗ്ലാസ് ബ്രിഡ്ജിൽ പോകാനുള്ള പ്ലാനില്ല. സോ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി കാണാം. ഓക്കെ, നമുക്ക് അവരോടൊന്നും കൂടി ചോദിച്ചു നോക്കാം. അവർ ഡേ 1 കഴിഞ്ഞല്ലേ, അപ്പോൾ ഡേ 1 എക്സ്പീരിയൻസ് എങ്ങനെ ചോദിച്ചു നോക്കാം, ബാക്കി എക്സ്പീരിയൻസും ചോദിച്ചു നോക്കാം. ഓക്കെ, അത് റെഡി ആയി കൊണ്ടിട്ടാണ്. ഞങ്ങളിപ്പോൾ രാവിലെ റെഡി ആയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടും മറ്റും അതർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് വന്നോടൻ തന്നെ ഞങ്ങൾ ഒരിക്കൽ ട്രെക്കിങ്ങിന് പോയായിരുന്നു. ഒരു വാട്ടർ ഫോൾ ട്രെക്കിങ്, കേവ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ട്രെക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വന്നു, ഫ്രഷായി, ഫുഡ് കഴിച്ചു. രാത്രി ഇവിടെ ആക്ടിവിറ്റീസ്, ഗെയിംസ്, പാട്ട്, ഡാൻസ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നൈറ്റ് നമ്മുടെ ടെൻറ്റിലോട്ട് പോയി. പിന്നെ അടിപൊളിയായിട്ട് ഉറങ്ങി അടിപൊളിയായിട്ട് ഉറങ്ങി. നല്ല നല്ല സ്ട്രീമിൻ്റെ സൗണ്ടാണ്, നല്ല രസമാണ്. ആ ഒരു മ്യൂസിക്കിലങ്ങ് ഉറങ്ങിപ്പോവും. ഭയങ്കര സൂത്തിങ് ആയിരുന്നു. അതും നല്ല രാവിലത്തെ നമ്മൾ എണീറ്റ് വരുന്ന സീൻ എന്ന് പറഞ്ഞാൽ സോ സെറീൻ, സൂപ്പറാണ്. എല്ലാവരും ഇത് അനുഭവിക്കണം. ഏലത്തോട്ടത്തിന്റെ കൂടെ ഏലത്തോട്ടത്തിനിടയിലുള്ള അടിപൊളി സ്റ്റേ ആയിരുന്നു ഇതുവരെ ഉള്ളത്. ഇനി ബാക്കി വന്നിട്ട് പറയാം. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ പോയിട്ട് ബയോ. അങ്ങനെ അവർ ഗ്ലാസ് ബ്രിഡ്ജിൽ പോവാണ്. ഒരു യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ് അല്ലേ? ബൈ ബൈ. അങ്ങനെ അവര് നമ്മളോട് വീട് പറഞ്ഞ് പോവുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ നമ്മളെ വെള്ളം നിന്നിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടുന്ന് പുഴയിൽ നിന്നാണ് നമ്മൾ യൂസിനുള്ള പൈപ്പൊക്കെ ഇടുക. സോ അത് റെഡിയാക്കാൻ പോവാണ്. വലിയ വെള്ളച്ചാട്ടമാണ്, കാണിച്ചു തരാം. ഈ പൈപ്പൊക്കെ കാണുന്ന പൈപ്പൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് വെള്ളം പൈപ്പുകളാണ്. ഇതാണ് നമ്മളെ പണിക്കാര്, നമ്മളെ പൈപ്പിന്റെ പണിയറാണ് ചെയ്യണത്. പേര് പറഞ്ഞു കൊടുക്ക്. അജിത്. പേര് റഹ്മാൻ. ഓക്കെ സെറ്റ്. അങ്ങനെ പൈപ്പൊക്കെ റെഡിയാക്കി വന്ന് നേരം വൈകി കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരക്കും. ബൈ.